الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചപരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് ആവുന്നത്ര അത് നടപ്പിലാക്കാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിലെ അവസാനത്തെ 10 പുണ്യമേറിയ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു ആരാധനയും അതിൻ്റെ അവസാനത്തോടടുക്കുമ്പോഴാണ് ഒരു വിശ്വാസിക്ക് അതിൻ്റെ ആരാധനകളിലെ ആത്മീയമായ ഉണർവും നിർവൃതിയുമൊക്കെ വർദ്ധിച്ചു വരുന്നു. എല്ലാ കർമ്മങ്ങളുടെയും ശുഭകരമായ അന്ത്യവേളയിലാണ് അതിൻ്റെ ഉത്തുംഗതയിലെത്തുക എന്നുള്ളതാണ്. ഇന്നമൽ അഅ്മാലു ബിഖവാതീമിഹ എന്ന വചനം വളരെ ശ്രദ്ധേയമാണ്. നമ്മുടെ നമസ്കാരം അതിൻ്റെ ഒരു റക്അത്ത് ഖിയാമ കൊണ്ടാണ് ആരംഭിക്കുന്നത്. പിന്നെ നമ്മൾ റുക്കൂഇലേക്ക് പോകുന്നു. പിന്നീട് നമ്മൾ സുജൂദിൽ, ഒരു റക്അത്തിൻ്റെ അവസാനം സുജൂദാണ്. ഖസാ വായത്തുൽ ഖുദൂഇ വത്തദല്ലുൽ, വിനയത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ, കീഴ്വണക്കത്തിൻ്റെ പരമകാഷ്ഠ പ്രാപിക്കുന്ന സന്ദർഭമാണ് സുജൂദ് എന്നത്. ഒരു റക്അത്തിൻ്റെ അവസാനം നാം അനുഷ്ഠിക്കുന്ന ഓരോ ദിവസത്തെയും നോമ്പും അങ്ങനെ തന്നെ. അതിൻ്റെ അവസാനത്തെക്കുറിച്ച് റസൂല് പറഞ്ഞത്, ഒരു വിശ്വാസിക്ക് ഫർഹത്താൻ, 2 സന്തോഷമുണ്ട് എന്ന്. ഒന്ന്, അവൻ്റെ പ്രാർത്ഥനകൾക്കൊക്കെ അല്ലാഹു ഉത്തരം കൊടുക്കുന്ന അനുഗ്രഹീതമായ നേരമാണ്. ഹീന യുഫ്തിർ, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന നേരം. ദഅവത്തുൻ ലാ തുറദ്ദു ദഅവത്തുഹും എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അത്ര ധന്യമായ അനുഗ്രഹീതമായ സമയമാണ്. മറ്റൊരു സന്തോഷം എന്താണെന്നോ, നമ്മളെല്ലാവരും നമ്മുടെ നോമ്പ് കൊണ്ട് ആഗ്രഹിക്കുന്നത് പരലോകത്തെത്തി സ്വർഗലോകത്ത് വെച്ച് അള്ളാഹുവിനെ നേരിൽ കാണണമെന്നാണ്. വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബി, അവൻ അനുഷ്ഠിച്ച നോമ്പ് കൊണ്ട് തൻ്റെ രക്ഷിതാവിനെ കാണാനുള്ള അവസരം അവൻ ഒരുങ്ങി കിട്ടുന്നു എന്നാണ്. നമ്മളൊരു നോമ്പ് അനുഷ്ഠിച്ചാൽ 70 വർഷത്തെ വഴിദൂരം നമ്മുടെ മുഖത്തെ, ശരീരത്തെ അള്ളാഹു നരകത്തിൽ നിന്ന് അകറ്റുമെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തെ എടുത്തു പരിശോധിച്ചാൽ
അതും അതിൻ്റെ ആരാധനാകർമ്മങ്ങൾ അതിൻ്റെ പാരമ്യതയിലെത്തുന്നത് ഇതിൻ്റെ അവസാനത്തെ 10 ദിവസങ്ങളിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് കണക്കാക്കാനാവാത്ത അനിർവചനീയമായ പ്രതിഫലം ചൊരിഞ്ഞു കൊടുക്കുന്ന ധന്യമായ നിമിഷങ്ങളാണ് അവസാനത്തെ 10 നിമിഷങ്ങളെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റമളാനിൻ്റെ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഈ അനുഗ്രഹീത മാസത്തിൻ്റെ മുഴുവൻ പുണ്യങ്ങളും ഒരു വിശ്വാസി സമാഹരിച്ച് വാരിക്കൂട്ടുന്നതിന് അവന് ലഭിക്കുന്ന ഈ സമയത്തെ ഒരിക്കലും പാഴാക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭം വന്നാൽ എന്താണ് ചെയ്തിരുന്നതെന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കാരണം റസൂലുള്ളാഹ് യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. 20 ദിവസം കഴിഞ്ഞല്ലോ, ആ 10-20 ദിവസത്തേക്കാൾ കൂടുതലായി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അവസാനത്തെ 10 ദിവസങ്ങളിൽ കഠിനാധ്വാനം ചെയ്യാറുണ്ടായിരുന്നു എന്ന് പ്രവാചകന്റെ പ്രവർത്തനങ്ങളെ കൃത്യമായി ആയിഷ ബീവി നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ച് പറഞ്ഞു തരുന്നുണ്ട്. കാരണം റസൂലുള്ളാഹി ഇദാ ദഖലത്തിൽ അശ്ർ, അവസാനത്തെ 10 പ്രവേശിച്ചാൽ ഷദ്ദ മിസ്റഹു, നബി തൻ്റെ അര മുറുക്കിയൊടുക്കുമെന്നാണ്. അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. ആരാധനകളിൽ പരിപൂർണമായി മുഴുകാൻ വേണ്ടി ഈ അവസാനത്തെ 10 ദിവസങ്ങളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തിക്കാഫിരുന്നിരുന്നു. എഴുത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അവൻ ഓർത്തിരിക്കാനായി ദിക്റുകളിലും ധ്യാനത്തിലും മുഴുകി നിന്ന് നമസ്കാരങ്ങളിലും ഖുർആൻ പാരായണങ്ങളിലുമായിക്കൊണ്ട് സമയം കഴിച്ചു കൂട്ടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഭവനങ്ങളുടെ ഉമ്മറപ്പടികളിൽ കടന്നുകൊണ്ട് അവന് ഏറ്റവും ഇഷ്ടമുള്ള ഈ ആരാധനാലയത്തിൽ വന്നിരിക്കുക എന്നതാണ്. പള്ളി എന്നുള്ളത് അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അവന് ഏറ്റവും ഇഷ്ടമുള്ള ഇടങ്ങളാണ് പള്ളികൾ. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഇബാദത്ത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഇബാദത്ത് അമൽ ഏതാണെന്ന് ചോദിച്ചപ്പോൾ അസ്സലാത്തു അലാ വഖ്തിഹ, വഖത്തിന് കൃത്യമായി നമസ്കരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പള്ളിയിൽ വച്ച് നിർവഹിക്കപ്പെടുന്ന നമസ്കാരവും അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ പ്രിയപ്പെട്ട അടിമകൾ അവനിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി പള്ളിയുമായി അവർ ഹൃദയബന്ധം സ്ഥാപിച്ചാൽ അതും അള്ളാഹുവിന് ഏറെ പ്രിയപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തണൽ നൽകി ആദരിക്കുന്ന സന്ദർഭങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അന്ത്യദിനത്തിൽ 7 വിഭാഗം ആളുകളെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, വറജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, പള്ളികളുമായി ഹൃദയബന്ധം സ്ഥാപിച്ച ഒരു വ്യക്തിക്ക് അള്ളാഹു അവൻ്റെ ശീതള ഛായ നൽകി അനുഗ്രഹിക്കുമെന്നാണ്. അവൻ്റെ ആശ്വാസത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ തണലേകി, ഒരു തണലുമില്ലാത്ത മനുഷ്യൻ ഏറ്റവും കൂടുതൽ തണൽ കൊതിക്കുന്ന ആ സന്ദർഭത്തിൽ അള്ളാഹു അവനത് നൽകുമെന്നാണ്. അതിനുള്ള അവസരമൊരുക്കുന്ന ഒരു ആരാധനയാണ് ശരിക്കും എഴുത്തിക്കാഫ് എന്നത്. മാത്രവുമല്ല, എഴുത്തിക്കാഫിലേക്ക് പ്രവേശിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും സ്ത്രീകളുമായി വീഴ്ചയിൽ ഏർപ്പെടാൻ പാടില്ല. ഖുർആൻ നോമ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, നോമ്പിൻ്റെ രാത്രി സമയങ്ങൾ നിങ്ങൾക്ക് സ്ത്രീകളുമായി ഇണചേരുന്നതിന് യാതൊരു തടസ്സമില്ല. ഉഹില്ലലക്കും ലൈലത്തസ്സിയാമി റഫഥു ഇലാ നിസായിക്കും ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുൻ. ഇതൊക്കെ എങ്ങനെ പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നുണ്ട്, വലാ തുബാശിറൂന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്, നിങ്ങൾ പള്ളികളിൽ ഭജനയിരിക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കലും നിങ്ങളുടെ സഹധർമ്മിണികളുമായി വീഴ്ചയിൽ ഏർപ്പെടാൻ പാടില്ല എന്ന്.
അപ്പോൾ ഈ ആയത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും, പള്ളിയിൽ ഭജനയിരിക്കുന്ന ഇഴ്തികാഫിരിക്കുന്ന ആളുകൾക്ക് അവരുടെ അത്യാവശ്യങ്ങൾക്ക് വീടുകളിലേക്ക് പോകാനുള്ള അനുമതി ഖുർആനിൻ്റെ ഈ ആയത്തിൻ്റെ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ നിങ്ങൾ വീട്ടിലേക്ക് പോയാൽ ഒരിക്കലും സ്ത്രീകളുമായുള്ള സംസർഗം പാടില്ലെന്ന് പറയുന്നുണ്ട്. അത്രമേൽ അതാണ് ശദ്ദ മിഅ്സറഹു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അവസാനത്തെ 10 മുഴുവൻ പ്രവാചകന്റെ ശ്രദ്ധ തൻ്റെ നാഥനുമായി അടുക്കാനുള്ള ഇബാദത്തുകൾ ഒന്നും വിട്ടുപോകാതെ അനുഷ്ഠിക്കുവാനും അവനോട് കൂടുതൽ അടുക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും മുഴുകുവാനും ആയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിച്ചിരുന്നത് എന്ന് പ്രവാചക തിരുമേനി ഇഴ്തികാഫിരിക്കുന്നതിനെ കുറിച്ച് കാന റസൂലുള്ളാഹി യഅ്തകിഫു ഫീ കുല്ലി റമളാന 10 അയ്യാം. റസൂലിൻ്റെ ജീവിതത്തിൽ എത്ര റമളാനുകൾ വന്നു പോയിട്ടുണ്ടോ. ഹിജ്റ 2-ാം വർഷമാണ് ഈ നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ആയത്തിറങ്ങുന്നത്. അപ്പോൾ വളരെ പരിമിതമായ വർഷങ്ങളെ റസൂലുള്ളാഹിക്ക് റമളാൻ തൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളൂ. ആ റമളാനിൽ അഖിലവും പ്രവാചകൻ യഅ്തകിഫു ഇഴ്തികാഫിരുന്നിരുന്നുവെന്ന ഫലമ്മാ കാനൽ ആമുൽ ലദീ ഖുബില ഫീഹി ഇഴ്തകഫ 20 യൗമ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ആ വർഷത്തെ റമളാൻ കഴിഞ്ഞിട്ടുള്ള ദുൽഹജ്ജും കഴിഞ്ഞ് പിന്നെ മുഹറം, സഫർ, റബീഉൽ അവൽ മാസത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യയാത്രയായത്. അവസാനത്തെ റമളാനിൽ 20 ദിവസമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഴ്തികാഫിരുന്നത് എന്ന് പറയുന്നുണ്ട്. വകാന യുആരിദുഹു ജിബ്രീൽ ബിൽ ഖുർആനി കുല്ല സന മറ. ജിബ്രീൽ അലൈഹിസ്സലാമിന് എല്ലാ വർഷവും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ മനഃപ്പാഠമാക്കിയിട്ടുള്ള വിശുദ്ധ ഖുർആൻ പാഠം നോക്കാൻ വേണ്ടി ഓതിക്കൊടുക്കും. ജിബ്രീൽ അലൈഹിസ്സലാം നബിയെ ഒന്ന് കാണും. കാന ജിബ്രീലു യൽഖാഹു ഫീ കുല്ലി ലൈല മിൻ റമളാൻ. റമളാനിലെ എല്ലാ രാവിലും ജിബ്രീൽ അലൈഹിസ്സലാം വരും. ഫയുദാരിസുൽ ഖുർആൻ. പ്രവാചകന്റെ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാം പാഠം നോക്കും. എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന ഗുരുനാഥന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിനയാന്വിതനായ ശിഷ്യൻ ഖുർആൻ പഠിച്ചത് ഓതി കേൾപ്പിച്ചു കൊടുക്കുമെന്നാണ്. അങ്ങനെ പ്രവാചകന്റെ രാവും പകലുമൊക്കെ ആരാധനകളിലായിക്കൊണ്ട് കഴിച്ചു കൂട്ടിയിരുന്നു. അതാണ് വശദ്ദ മിഅ്സറഹു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് റസൂൽ ചെയ്തത് അവസാനത്തെ 10 അൽവാഹിയാലൈലഹു. റസൂൽ തൻ്റെ രാവിനെ പ്രത്യേകിച്ച് സജീവമാക്കുമെന്നാണ്. സുദീർഘമായ പ്രാർത്ഥനകളിലൂടെ നിന്ന് നമസ്കാരങ്ങളിലൂടെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയെ അത് സജീവമാക്കും. വൈഖലാഹുലഹു. റസൂൽ ഒറ്റക്കല്ല ആരാധനകൾ നിർവഹിക്കാറുണ്ടായിരുന്നത്. തൻ്റെ കുടുംബത്തെ വിളിച്ചുണർത്തുകയും ചെയ്യും. അവർക്കും അതിൻ്റെ പുണ്യം വേണം, മക്കൾക്കും അത് വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തായി താമസിക്കുന്ന മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹാ വകാന യത്റുഖുൽ ബാബ അലാ ഫാത്തിമ വ അലി. അലിയും ഫാത്തിമയും താമസിക്കുന്ന വീടിൻ്റെ വാതിൽ പോയി നബി മുട്ടി വിളിക്കും. അലാ തഖൂമാനി ഫതുസല്ലിയാൻ. നിങ്ങൾക്ക് എഴുന്നേൽക്കാനായില്ലേ, നിസ്കരിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് രാത്രി നമസ്കാരത്തിന് അവരെ റസൂലുള്ള വിളിച്ചുണർത്തുന്നു എന്നാണ്. മാത്രമല്ല പ്രവാചകന്റെ അവിടുത്തെ പത്നിമാർ താമസിക്കുന്ന വീടുകളുടെ നേരെ ചെന്നുകൊണ്ട് ഐഖിലു സവാഹിബൽ ഹുജർ, മുറികളിൽ കഴിയുന്ന മഹദികളെ നിങ്ങൾ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെയും ആരാധനയ്ക്ക് വേണ്ടി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുമെന്നാണ്. ഫറുബ്ബ കാസിയാത്തിൻ ഫിദ്ദുനിയ ആരിയ യൗമൽ ഖിയാമ. ഈ ദുനിയാവിൽ വസ്ത്രമെടുത്ത് നടക്കുന്ന എത്ര ആളാണ് അന്ത്യദിനത്തിൽ അവർ നഗ്നപാതരായി റബ്ബിന്റെ മുമ്പിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. എഴുന്നേൽക്കൂ, ഈ റബ്ബിനോടുള്ള കടമകളും നന്ദിയും നിർവഹിക്കാൻ എന്ന് പറഞ്ഞ് സ്വന്തം പത്നിമാരെ കൂടി എഴുന്നേൽപ്പിക്കും. എന്തിനു വേണ്ടിയാണെന്നോ? ഈ രാവുകളിൽ, റമളാനിന്റെ അവസാനത്തെ 10 രാവുകളിൽ അള്ളാഹു വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള അനിർവചനീയമായ അനുഭവമായ പ്രതിഫലം അതവർക്ക് നഷ്ടപ്പെടരുത് എന്നതുകൊണ്ട് തന്നെയാണ് ലൈലത്തുൽ ഖദറിന്റെ ആ പുണ്യം നേടാൻ ഒരു രാവ്, വെറും 10-12 മണിക്കൂറുള്ള ഒരു രാത്രി കൊണ്ട് വിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്നത് 1000 മാസത്തേക്കാൾ വലിയ പ്രതിഫലമാണ്. എന്ന് പറഞ്ഞാൽ 83 വർഷം ഏകദേശം
അത്ര പുണ്യം നൽകി ചെയ്ത് ജീവിക്കുന്ന ധന്യമായ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ പുണ്യം ഒരിക്കലും നമുക്ക് നഷ്ടമാകരുത്. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഒരു സൂറ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് നമുക്ക് പരിചയപ്പെടുത്തിയ, നമ്മുടെ മനോമുഖരങ്ങളിൽ ഇപ്പോഴും മനഃപ്പാടമായി നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ആ സൂറ, അതിൻ്റെ മഹത്വം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ആവുന്നത്ര സമയമെങ്കിലും, റസൂൽ ചെയ്തതുപോലെ അങ്ങനെ മുഴുവൻ നമുക്ക് ചെയ്യാനാവുന്നില്ല എങ്കിലും ആവുന്നത്ര സമയമെങ്കിലും നമ്മുടെ പള്ളികളിൽ രാത്രികാലങ്ങൾ നമ്മൾ കഴിച്ചു കൂട്ടുക. ദിക്റുകളിലൂടെ, ദുആകളിലൂടെ, ഖുർആൻ പാരായണങ്ങളിലൂടെ. വെറുതെ ഇരുന്ന് കരഞ്ഞാൽ മതി, അതിന് പോലും പ്രതിഫലമാണ്. 7 വിഭാഗം ആളുകൾക്ക് റസൂലുള്ള പറഞ്ഞു, തണലേകുന്നവരിൽ പറഞ്ഞിട്ടുണ്ട്, വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ വഫാലത് ഐനാ. ഇസ്ലാമിലെ ധ്യാനം എന്ന് പറഞ്ഞത് അതാണ്. അള്ളാഹുവിനെ ഏകാന്തനായിരുന്ന് ഓർത്തുകൊണ്ട് കണ്ണീർ പൊഴിക്കുന്ന ഒരു വിശ്വാസി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് തിട്ടപ്പെടുത്താനാവാത്തതാണ്. അതിനെക്കുറിച്ച് ആലോചിച്ചാൽ തന്നെ എമ്പാടും നമുക്ക് കരയാനുണ്ടാകും. അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഓർത്ത്, അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ പാപങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് അവനിലേക്ക് നമ്മൾ താഴ്മയോടുകൂടി അടുക്കേണ്ടതുണ്ട്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നശിച്ചു പോകട്ടെ, തുലയട്ടെ, ശാപമുണ്ടാകട്ടെ. ആർക്കെന്നോ? മൻ അദ്റക റമളാന ഫലം യുഗ്ഫർ ലഹു. ജീവിതത്തിൽ ഒരു റമളാനാകുന്ന അനുഗ്രഹം കൈവരിക്കാൻ കഴിഞ്ഞിട്ട് സ്വന്തം പാപങ്ങളെ കഴുകിക്കളയാനുള്ള നിമിഷങ്ങളെ ഉപയോഗിക്കാത്ത വ്യക്തിക്ക് അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ട് കൈകൾ ഉയർത്താനോ അവന്റെ നേരെ മനസ്സ് തിരിക്കാനോ നേരം കാണാത്ത ഒരാൾക്ക് ശാപമുണ്ടാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം റസൂൽ മിമ്പറുമ കയറുമ്പോഴാണ് പറയുന്നത്. ഖുൽ ആമീൻ. ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് പറയാ, റസൂലെ ആമീൻ എന്ന് പറയൂ എന്ന്. അത്ര അനുഗ്രഹീതമായ ഈ നിമിഷങ്ങളെ തുലച്ചു കളയുന്ന ദൗർഭാഗ്യവാന്മാരെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇങ്ങനെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇബാദത്തുകളിൽ മുഴുകിക്കൊണ്ടായിരുന്നു ഈ സമയങ്ങൾ ചെലവഴിച്ചിരുന്നത് എന്നാണ്. സ്വർഗമാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ താണുകേണ് അപേക്ഷിക്കണം. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നുണ്ട്, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന നേരത്ത് ഞങ്ങൾ എന്താണ് പറയേണ്ടത് പ്രവാചകരെ? റസൂൽ പറഞ്ഞു, ആയിഷ നീ ഇങ്ങനെ പറഞ്ഞാൽ മതി, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ എല്ലാവർക്കും മാപ്പ് കൊടുക്കുന്നവനാണ്. നിന്റെ അടിമകൾക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ളത് നിനക്കേറെ ഇഷ്ടമുള്ള കാര്യമാണ്. അതിനാൽ എനിക്ക് റബ്ബേ മാപ്പ് തരേണമേ എന്ന് നീ പറഞ്ഞുകൊണ്ടേയിരിക്കുക ആയിഷ എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയോട് പറഞ്ഞത്. നമുക്കും അത് തന്നെയാണ് ഇതേപോലെയുള്ള സന്ദർഭങ്ങളിൽ പറയാനുള്ളത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് ലക്ഷ്യം വെക്കുന്ന സ്വർഗം അത് നേടണമെങ്കിൽ നമ്മൾ കഠിനാധ്വാനം ചെയ്യുക തന്നെ വേണം. ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളിൽ നിന്ന് വിലക്ക് വാങ്ങിയിരിക്കുന്നു. പടച്ചോൻ നമ്മളോട് വിലക്ക് വാങ്ങിയിട്ടുണ്ട്. എന്താ വാങ്ങിയതെന്നോ? അൻഫുസഹും വഅംവാലഹും. നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരം, നമ്മുടെ സമ്പത്ത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് തരൂ, നിങ്ങൾ നിങ്ങളുടെ ശരീരം തരൂ, നിങ്ങളുടെ അധ്വാനം തരൂ, നിങ്ങൾ ത്യാഗ പരിശ്രമങ്ങൾ തരൂ. ബിഅന്ന ലഹുമുൽ ജന്ന, ഞാൻ നിങ്ങൾക്ക് സ്വർഗം നൽകാം എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ളത്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറയുന്നുണ്ട്, സ്വർഗം അങ്ങനെയും ഇങ്ങനെയും ഒന്നും നേടാൻ കഴിയുന്ന ഒന്നല്ല. അല്ലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ. നിങ്ങൾ അറിഞ്ഞേക്കുക, അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി വച്ചിട്ടുള്ള വിഭവം അത് നല്ല മുന്തിയ വില കൊടുത്ത് വാങ്ങേണ്ടതാണ്. അലാ ഇന്ന സിൽഅത്തല്ലാഹിൽ ജന്ന. അല്ലാഹുവിന്റെ വിൽപ്പന വസ്തുവാണ് സ്വർഗം.
നിങ്ങളുടെ സമ്പത്ത് കൊടുത്തു നിങ്ങളത് വാങ്ങണം. നിങ്ങളുടെ ശരീരവും അധ്വാനവും ജീവിതവും കൊടുത്തു നിങ്ങളത് വാങ്ങണം. അത് വിലയേറിയതാണ് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ദുനിയാവിന്റെ കാര്യങ്ങൾ നേടാൻ വേണ്ടി നമ്മളോട് അധ്വാനിക്കാൻ ഖുർആൻ പറഞ്ഞപ്പോൾ ഇതെങ്ങനെയാണെന്നോ, നിങ്ങൾ നടന്നു പോയാൽ മതി. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല, അവനാണ് ഭൂമി നിങ്ങൾക്ക് പ്രയോജനകരമാക്കി തന്നിട്ടുള്ളവൻ. ഫംശൂ ഫീ മനാകിബിഹ, ഭൂമിയിലൂടെ നടന്ന് നിങ്ങൾക്ക് വേണ്ട ഭൗതിക വിഭവങ്ങൾ നിങ്ങൾ തേടുക. നിങ്ങൾ തേടണം, നിങ്ങൾ അതിനു വേണ്ടി പണിയെടുക്കണം. നടന്നു പോയാൽ മതി. തിരക്ക് കൂട്ടണ്ട, ഓടണ്ട, മത്സരിക്കണ്ട. നിങ്ങൾ നടന്നാൽ തന്നെ നിങ്ങൾക്ക് വേണ്ടിയുള്ള വിഭവങ്ങൾ നിങ്ങൾ അധ്വാനിക്കുന്നുണ്ടോ, പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ടോ, തീർച്ചയായും നിങ്ങളുടെ വിഭവങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് തരും. നമുക്ക് കണക്കാക്കിയതേ നമ്മുടെ അധ്വാനത്തിലൂടെ തന്നെ നമ്മൾ കിട്ടുകയുള്ളൂ. ദുനിയാവിന്റെ കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. പരലോകത്തിന്റെ കാര്യം പഠിച്ചവൻ പറഞ്ഞത് എങ്ങനെയാണെന്നോ, നിങ്ങൾ നടന്നാൽ പോരാ, പിന്നെയോ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹസ് സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗ്ഗലോകം ആകാശഭൂമിയോളം വിശാലമാണത്. അത് നേടാൻ നിങ്ങൾ ധൃതി കൂട്ടി വരണമെന്നാണ്. സാവകാശം നടന്നാൽ പോരാ, നിങ്ങൾ അതിലേക്ക് സാരിഉ എന്നാണ് പറയുന്നത്. വസാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്. ഇതും ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾ മുൻകടന്നു വരുവിൻ എന്നാണ്. മുസാബഖ, അതിൽ നിങ്ങൾ ധൃതി കൂട്ടണം, നിങ്ങൾ മത്സരിച്ചു വരണം എന്നാണ് പറയുന്നത്. വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. സ്വർഗ്ഗം നേടാൻ പതുക്കെ നടന്നാൽ പോരാ, അലസതയും മടിയുമുള്ള ആ സഞ്ചാരമല്ല വേണ്ടത്. നിങ്ങൾ ധൃതിപ്പെട്ടു വരൂ. സാരിഉ സാബിഖു ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. എന്നാൽ നിങ്ങൾക്കത് നേടാമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ നമ്മെ അറിയിക്കുന്നത്. സഹോദരങ്ങളെ, അതിനുള്ള സമയമാണ് ശരിക്കും ഈ അവസാനത്തെ 10 രാവും പകലും. അതിനു വേണ്ടിയാണ് നമ്മൾ കഠിനാധ്വാനം ചെയ്യേണ്ടത്. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാകുന്ന ഒരു ഉറപ്പുമില്ല. ഇത് കേവലം ഒരു പറച്ചിൽ മാത്രമല്ല. നമ്മുടെ കൂടെ നോമ്പ് നോറ്റവർ, നമ്മുടെ കൂടെ പല ഇഫ്താർ പാർട്ടികളിലും പങ്കെടുത്തവർ, നമ്മുടെ കൂടെ ഒരുമിച്ച് പല ഇബാദത്തുകളിലും മുഴുകിയിരുന്ന ആളുകൾ ഇന്ന് നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞ് അവരുടെ സമയമായപ്പോൾ അവർ പോയി. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെയുള്ളവർ അടുത്ത റമദാന് ഇൻഷാ അല്ലാഹ് ലോകാവസാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. നമ്മളിൽ എത്ര പേർ അതിൽ ആ റമദാനിൽ സാക്ഷികളാകും എന്നുള്ളതിന് എന്ത് ഉറപ്പാണുള്ളത്? ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് നമുക്ക് ഉറപ്പുള്ളത് എന്താണെന്നോ, ഇന്ന് എന്ന ദിവസം നമുക്ക് ഉറപ്പുള്ളതാണ്. ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്, ഇന്നലെ നമ്മുടെ കയ്യിലില്ല, നാളെയും നമ്മുടെ കയ്യിലില്ല. ഇന്ന് എനിക്കെന്ത് ചെയ്യാനാകുമെന്നാണ് ഒരു വിശ്വാസി ചിന്തിക്കേണ്ടതെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ റസൂലിന്റെ അമൽ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഫല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന യൽഖാഹു ജിബ്രീൽ, റസൂലുള്ളാഹി ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുന്ന സന്ദർഭത്തിൽ ഒക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ജിബ്രീൽ അലൈഹിസ്സലാമിനെ റമദാനിനെ കാണും. അജ്വദ ബിൽ ഖൈർ മിനർ റീഹിൽ മുർസലാന, അടിച്ചു വീശുന്ന കാറ്റ് കണക്കെ പ്രവാചകൻ ഉദാരമതിയായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ അടുത്ത് ആര് വന്നാലും എന്തെങ്കിലും ആവശ്യത്തിന് വന്നാൽ അവരെയൊക്കെ വെറും കൈയോടെ പറഞ്ഞയക്കാതെ എന്തെങ്കിലും കൊടുത്ത് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സമാശ്വസിപ്പിച്ച് വിട്ടിരുന്നു എന്നാണ്. നമ്മളും അങ്ങനെ തന്നെയാണ്. റമദാൻ മാസത്തെ നോക്കൂ നിങ്ങൾ, എത്ര ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളാണ് ഈ ഉമ്മത്ത് ഏറ്റെടുത്ത് നടത്തുന്നത്. അതിനൊക്കെയുള്ള സംഭാവനകൾ നമ്മൾ സാമ്പത്തിക സ്രോതസ് കണ്ടെത്തുന്നത് അനുഗ്രഹീതമായ റമദാനിൽ നമ്മുടെ വിശ്വാസികൾ സഹോദരങ്ങൾ നൽകുന്ന അവരുടെ സ്വതക്കകളും സംഭാവനകളും തന്നെയാണ്. ഇത് ഈ ഉമ്മത്തിന്റെ മാത്രം ഒരു സവിശേഷതയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും സഹോദരങ്ങളെ. എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം, നമുക്കിടയിൽ പല ആളുകളുണ്ട്. ഒരു സഹോദരി ഈ റമദാൻ മാസത്തിൽ അവർക്കുണ്ടായ ഒരു അനുഭവം പങ്കുവെക്കുന്നുണ്ട്. അവര് റമദാനിൽ അവർക്ക് കൊടുക്കേണ്ട ഒരു കിറ്റുമായി വീട്ടിൽ ചെന്നപ്പോ ആ വീട്ടുകാരി പറയുകയാണ്, 15 ദിവസം റമദാന്റെ കഴിഞ്ഞിട്ടുണ്ട്, 15 നോമ്പിനും ഒരു പത്തിരി തിന്നാൻ പൂതിയുണ്ടായിരുന്നു. പക്ഷേ
ഞങ്ങളൊക്കെ കഞ്ഞി കുടിച്ചായിരുന്നു ഇവിടെ കഴിഞ്ഞിരുന്നത്, നിങ്ങളിത് കൊണ്ടുവന്നപ്പോൾ ഇല്ല, ഇന്നെന്നെങ്കിലും ഞങ്ങളൊരു പത്തിരി ഉണ്ടാക്കി തിന്നും എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിച്ച ആളുകൾ ഇവിടെയുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ സ്വന്തം പ്രാരാബ്ധങ്ങളെയും പട്ടിണികളെയും കഷ്ടപ്പാടുകളെയും ആരോടും പറയാതെ മറച്ചു വെച്ചുകൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് കഴിയുന്ന ആളുകളെ മറക്കരുതെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അവർക്ക് താങ്ങാകാൻ തണലാകാൻ നമുക്ക് കഴിയണം. എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എത്ര നിഅമത്തിലാ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ആളുകളിൽ ആരെങ്കിലും റമദാൻ മാസത്തിൽ പത്തിരി തിന്നാത്തവരുണ്ടോ സഹോദരങ്ങളെ? നമ്മുടെ വീടുകളിൽ എത്ര നിഅമത്തിലാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. നമുക്കിടയിൽ ഇത്തരക്കാരായ ആളുകളുണ്ട്. അവരെ കണ്ടെത്തിക്കൊണ്ടാണ് നമ്മൾ സഹായിക്കേണ്ടത്. അതിനാണ് സക്കാത്ത്. സക്കാത്ത് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മഹലിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. ഇവിടെ വീടില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല. ചികിത്സക്കൊക്കെ എമ്പാടും പൈസ നമുക്ക് ഉണ്ടാകും, മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? സക്കാത്ത് കൊടുക്കുന്നില്ല. നമ്മുടെ വാർഷിക വരുമാനത്തിന്റെ വെറും 2.5% നമ്മൾ പാവങ്ങൾക്ക് നീക്കി വെക്കേണ്ടത്. അത് പാവങ്ങളുടെ അവകാശമാണ്, നമുക്ക് തിന്നാനുള്ളതല്ല. 2.5% ഒരാൾക്ക് 1,00,000 റുപ്യാണ് വാർഷിക വരുമാനം എന്ന് സങ്കല്പിക്കുക. 2,500 റുപ്യ പാവങ്ങളുടെയാണ്. ബാക്കി എത്ര? അതിന്റെ 3/4% നമ്മുടെ കയ്യിലല്ലേ? 97,500 റുപ്യ നമ്മളോട് എടുക്കാൻ പറയാൻ പഠിച്ചോൻ. 2,500 നിങ്ങൾ കളിക്കല്ലേ, അതിൽ നിങ്ങൾ കൈയിട്ട് വാരല്ലേ എന്ന് പറയാണ്. നമ്മൾ അതും കൊടുക്കുന്നില്ല. 2.5% പാവങ്ങളുടെ അവകാശമാണ്, അത് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോഴും നിസാബും കണക്കൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ വാർഷിക വരുമാനം നോമ്പൊറുക്കുമ്പോൾ നമ്മൾ കക്കരിക്ക തിന്നില്ലേ? നമ്മുടെ വാർഷിക വരുമാനം ഒരു കക്കരിക്കയാണെന്ന് വിചാരിക്കുക. എല്ലാവരും ഓരോ കക്കരിക്ക എടുത്ത് മുന്നിൽ വെക്കി, ഒരു കത്തിടിക്കി, എന്നിട്ട് അതിനെ 10 കഷ്ണാക്കി മുറുക്കി. 2.5% എന്നുള്ളതിന് അറബി പറയുന്നത് റുബുൽ ഉശ്ർ, 10ൽ 1ന്റെ 4ൽ 1. അപ്പോൾ വാർഷിക വരുമാനത്തെ 10 കഷ്ണാക്കുന്നു കക്കരിക്ക. അതിൽ 9 നിങ്ങൾ തന്നെ എടുത്തോളി. പഠിച്ചോൻ പറയാണ്, അതിൽ 1 കഷ്ണം എടുക്കി, അതിന് 4 കഷ്ണാക്കൂ. അതിൽ 3 നിങ്ങൾ എടുത്തോളി, പിന്നെ 1 കഷ്ണല്ലേ? അത് പാവങ്ങളുടെ അവകാശമാണ്. അത് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സ്വത്ത് ശുദ്ധമാവുകയില്ല. ആരാന്റെ പാവങ്ങളായ ആളുകളുടെ അവരുടെ പിച്ചച്ചട്ടിയിൽ പിന്നെയും നിങ്ങൾ കൈയിട്ട് വാരുകയാണ്. നമ്മൾ പിന്നെയെന്ന് കുറക്കാൻ നോക്കുകയാണ്. നമ്മുടെ കണ്ണെടുക്കാന്നോ? ഈ 97.25 കാലിലേക്കാണ്, ഈ കാലിലേക്ക്. അതിൽ നിന്ന് വല്ലതും കുറക്കാൻ നോക്കുമെന്ന് ചോദിക്കുക. എങ്ങനെയാ സക്കാത്ത് വിജയിക്കുക? ആർക്കാണിത് കൊടുക്കുക? റസൂലിന്റെ കാലത്ത് ഇങ്ങനെ കൃത്യമായി കൊടുത്തത് കൊണ്ട് സക്കാത്ത് കുന്നുകൂടി. അവിടെ ആവശ്യങ്ങളൊക്കെ പരിഹരിച്ചു. അന്യപ്രദേശങ്ങളിലേക്ക് ഉമർ ഉസ്താനി ഇവിടെ കാലത്ത്, ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കാലത്ത് അന്യ ദേശങ്ങളിലേക്ക് സക്കാത്തൊക്കെ കൊടുത്തിരുന്നു. കാരണം കൃത്യമായിട്ട് അവർ കൊടുക്കും. 1,00,000 ഉണ്ടെങ്കിൽ 2,500 മാറ്റിവെച്ചാൽ അവനവന്റെ സമ്പത്ത് ശുദ്ധമായി. ഇനി നോക്കൂ നിങ്ങൾ, സ്വർണ്ണാഭരണം, മഞ്ഞലോഹം വില കുതിച്ചുയരുകയാണ്. ഇടപെടലുള്ള എല്ലാ ബാങ്കിലെയും ലോക്കറുകൾ ഫുള്ളാണെന്ന് അറിയാൻ കഴിഞ്ഞത്. ഒറ്റൊന്ന് കാലില്ല. എന്താണ് അതിൽ നിറച്ചു വെച്ചിട്ടുള്ളത്? എടവണ്ണ മഹല്ലിലെ സഹോദരിമാരുടെ സ്വർണ്ണാഭരണങ്ങളാണ്. നമ്മുടെ മഹല്ലിലെ പെണ്ണുങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാത്രം കൃത്യമായി സക്കാത്ത് കൊടുത്താൽ ഈ നാട്ടിലെ മഹല്ലിലെ മുഴുവൻ ദാരിദ്ര്യവും നിർമ്മാർജ്ജനം ചെയ്യാനും അതിനപ്പുറം ഉണ്ടാകും. കൊടുക്കുന്നില്ല. ഇപ്പോഴും നമ്മൾ തീരുമാനിച്ചിട്ടില്ല എത്രയാണ് കൊടുക്കേണ്ടത്. സംശയമാണ്. മാത്രമല്ല അതിൻ്റെ ഉടമ ആരാണെന്ന് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. ആ മകൾ കൊണ്ടെന്നാണ്, ഓള് കൊടുത്തോട്ടെ. മകൾ വിചാരിക്കുക ബാപ്പ തന്നാണ്, ബാപ്പ കൊടുത്തോട്ടെ. സമ്പത്തിന്റെ മാലിക്, ഉടമ ആരാണെന്ന് തന്നെ തീരുമാനിച്ചിട്ടില്ല. ഈ രീതിയിലാണ് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നമ്മൾ പേടിക്കണം. ഇതിനോടുള്ള സ്വത്തിനോടുള്ള ആർത്തി റസൂല് പറഞ്ഞല്ലോ, മനുഷ്യന്റെ മുതലിനോടുള്ള ഈ ആർത്തിയും ദുരാഗ്രഹവും അവന്റെ വായയിൽ മണ്ണ് നിറഞ്ഞാതല്ലാതെ തീരൂല. കബറിലാണ് വെച്ചിട്ട് മണ്ണ് വായയിൽ നിറഞ്ഞാലല്ലാതെ തീരൂല, മരിച്ചാലും തീരാത്ത എന്ന രീതിയിലാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ
നമ്മൾ നമ്മുടേതായ എന്തൊക്കെ ബാധ്യതകളുണ്ടോ അത് കൃത്യമായി നിർവഹിച്ചുകൊണ്ടാണ് പഠിച്ചവനോട് പൊറുക്കലിനെ തേടേണ്ടത്. അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം നമുക്ക് പുറത്തു തരണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്കും ക്ഷമിച്ചു കൊടുക്കണം. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ എന്നാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ധാരാളമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. പഠിച്ചോനെ, നീ എനിക്ക് മാപ്പ് തരൂ, നീ മാപ്പ് തരുന്നത് ഇഷ്ടപ്പെടുന്നവനാണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാപ്പ് കൊടുക്കേണ്ട കുറേ ആൾക്കാരുണ്ടാകും. ഒന്ന് വിട്ടുകൊടുത്തളി, ഒന്ന് ക്ഷമിച്ചു കൊടുത്തളി. മനുഷ്യന്മാർ തമ്മിൽ പിണങ്ങി നിൽക്കരുത്, അയൽവക്കക്കാർ തമ്മിൽ തെറ്റി നിൽക്കരുത്. കൂടപ്പുറപ്പുകൾ വരെ പരസ്പരം മിണ്ടാതെ തമ്മിൽ കലഹിച്ച് തല്ലി നടക്കുന്ന അവസ്ഥയുണ്ടാക്കരുത്. അനുഗ്രഹീതമായ ഈ നാളുകളുടെ പുണ്യം അങ്ങനെയാണ് നമ്മൾ നേടേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് അത് ജീവിതത്തിൽ പരമാവധി നടപ്പിലാക്കാൻ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മാസത്തിൽ പ്രത്യേകിച്ച് നമ്മൾ നൽകുന്ന സവിശേഷമായ ഒരു ധർമ്മം കൂടിയാണ് സക്കാത്തുൽ ഫിത്ർ എന്നുള്ളത്. സക്കാത്തുൽ ഫിത്ർ എല്ലാവർക്കും നൽകാവുന്ന, എല്ലാവർക്കും നിർബന്ധമാക്കിയ ഒരു സദഖയായിക്കൊണ്ടാണ് റസൂല് പഠിപ്പിച്ചത്. ആണിനും പെണ്ണിനും ചെറിയ കുട്ടികൾക്കും മുതിർന്നവരും അതൊന്നും നോക്കാതെ, ഇനി അടിമകളായ ആളുകൾ ആ കാലത്തുണ്ടായിരുന്നെങ്കിൽ അവർക്കും സ്വതന്ത്രർക്കൊക്കെ നൽകേണ്ട ഒന്നാണ്. ഒരു വീട്ടിലെ മെമ്പർമാരുടെ എണ്ണം അനുസരിച്ചാണ് ഇത് കൊടുക്കേണ്ടത്. ഒരു സാണ് അത് നമ്മൾ നൽകേണ്ടത്. ഇന്ന് നമ്മുടെയൊക്കെ മഹല്ലുകളിൽ ഫിത്ർ സക്കാത്തിൻ്റെ സംഭരണ വിതരണമൊക്കെ വളരെ വ്യവസ്ഥാപിതമായി നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പൈസ കൊടുക്കുകയാണ്, നമ്മൾ ധാന്യമൊന്നുമല്ല കൊടുക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് ഏറ്റവും നല്ല മുന്തിയ അരി വാങ്ങി അത് വിതരണം ചെയ്യുന്നൊരു രീതിയാണ്. അതുമായി നമ്മളൊക്കെ സഹകരിക്കുക. അതിൻ്റെ ഉദ്ദേശം റസൂലുള്ള പറഞ്ഞത്, ഈ സക്കാത്തുൽ ഫിത്ർ തുഹ്റത്തൽ ലിസ്വാഇം മിനൽ ലഗ്വി വറഫസ്. നമ്മുടെ നോമ്പിന് ഒരുപാട് പരിക്ക് പറ്റിയിട്ടുണ്ടാകും. നമ്മുടെ വർത്താനം, അതേപോലെ തന്നെ നമ്മുടെ പെരുമാറ്റം പഠിച്ചോന് ഇഷ്ടമില്ലാതെ പലതും കണ്ടുപോയിട്ടുണ്ടാകും, കേട്ടുപോയിട്ടുണ്ടാകും. ഇങ്ങനെയൊക്കെ നമ്മുടെ നോമ്പിന് പറ്റിയ പരിക്കുകളെയൊക്കെ അത് പരിഹരിക്കാനുള്ള ഒരു ധർമ്മമാണ് സക്കാത്തുൽ ഫിത്ർ. തുഅമത്തൻ ലിൽ മസാക്കീൻ, പാവങ്ങൾക്ക് അതൊരു ഭക്ഷ്യവിഭവവുമാണ്. ഈ രണ്ട് ഉദ്ദേശം അതിനുണ്ട്. അതുകൊണ്ട് അതെല്ലാം തന്നെ നമ്മൾ നിർവഹിക്കുക. എത്ര പുണ്യങ്ങൾ നമ്മൾ ചെയ്താലും ഒരു ചെറിയ പുണ്യം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് കൂലി തരാതെ വിടൂല. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണല്ലോ. വെള്ളിയാഴ്ച ആയതുകൊണ്ട് വെള്ളിയാഴ്ച കുളിക്കൽ സുന്നത്താണ്. ആ നിയത്തോടു കൂടി നമ്മൾ കുളിച്ചു. അന്ന് എണ്ണ തേച്ചാൽ വരെ അതിന് കൂലിയാണ്. അതിന് നമ്മൾ പെർഫ്യൂം അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൂലിയാണ്. ഉള്ളതിൽ നല്ല നിറമുള്ളൊരു വസ്ത്രം നമ്മൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൂലിയാണ്. നേരത്തെ പള്ളിയിലെത്തിയാൽ അതിന് പ്രതിഫലമാണ്. നമ്മുടെ മനസ്സകങ്ങൾക്കാണ് പടച്ചോൻ മാർക്കിടുന്നത്. നമ്മുടെ നിയ്യത്തുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂലി നൽകുന്നത്. എത്ര ചെറുതാണെങ്കിലും വഴിയിൽ വെച്ചൊരാളെ കണ്ട് പുഞ്ചിരിച്ചു, അതിന് കൂലി. സലാം പറഞ്ഞു, അതിന് കൂലി. കൈ പിടിച്ചു, മുസാഫത്ത്, അതിന് കൂലി. എവിടെയാണ് നമുക്ക് നഷ്ടം? എന്ത് ചെയ്താലും അള്ളാഹു നമ്മുടെ സ്വർഗത്തിന് വേണ്ടി അതിനെ ഒരുമിച്ച് കൂട്ടുമെന്നാണ് ഖുദ്സിയായ ഒരു ഹദീസിൽ പറയുന്നുണ്ട്. ഇന്നമാഹി അഅമാലുക്കും ഉഹ്സിഹാ ലക്കും. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും വിട്ടുപോകാതെ നമ്മൾ മറന്നിട്ടുണ്ടാവും, പഠിച്ചോ മറക്കൂല. പഠിച്ചോന്റെ രേഖയിൽ കൃത്യമായി അത് രേഖപ്പെടുത്തി വെക്കും. അതിനുള്ള സംവിധാനങ്ങൾ അല്ലാഹു ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉഹ്സിഹാ ലക്കും, ഞാനത് കൃത്യമായി ക്ലിപ്തപ്പെടുത്തി വെക്കും. സുമ്മ ഉവഫീകും ഇയാഹാ, അതിന് കൃത്യമായി ഞാൻ നിങ്ങൾക്ക് പ്രതിഫലം നൽകും. അത് നന്മയാണെങ്കിൽ അണുത്തൂക്കമാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ കൂലി. തിന്മയാണെങ്കിലും അങ്ങനെ തന്നെ. തിന്മയാണെങ്കിലും അതിന് പ്രതിഫലം. അതിനാൽ പരലോകത്ത് നിങ്ങളുടെ കൂലി കണക്കാക്കി അത് നിങ്ങൾക്ക് നിശ്ചയിച്ചു തരുമ്പോൾ നന്മ ആരെങ്കിലും കണ്ടാൽ അള്ളാഹുവിനെ സ്തുതിച്ചു കൊള്ളുക. വമൻ വജദ ഗൈറ ദാലിക്,
നല്ലതല്ലാത്ത അശുഭകരമായ വല്ലതും ആരെങ്കിലും കാണുകയാണെങ്കിൽ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സ, അവനവനെ തന്നെ ശപിച്ചാൽ മതി. ആരെങ്കിലും നിങ്ങൾ ശപിക്കേണ്ടതില്ല. അവനവന്റെ നമുക്ക് നാമേ പണിവതുനാകം, നരകവും അതുപോലെ. നമ്മുടെ സ്വർഗവും നമ്മുടെ നരകവും നമ്മുടെ കർമ്മങ്ങളാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അനുഗ്രഹീതമായ ഈ നിമിഷങ്ങളെ നമ്മൾ പാഴാക്കാതിരിക്കുക. അള്ളാഹുവിനോട് നമ്മൾ നിഷ്കളങ്കരായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, അവനിലേക്ക് ഖേദിച്ച് മടങ്ങുക. അള്ളാഹുവേ, ഞങ്ങളിൽ ചെറുതും വലുതുമായി രഹസ്യവും പരസ്യവുമായ സന്ദർഭങ്ങളിൽ പറ്റിപ്പോയ ധാരാളം തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് റബ്ബേ. നിന്റെ മഹലായ ഫضല് കൊണ്ട്, നിന്റെ കൃപ കൊണ്ടതെല്ലാം ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. ഞങ്ങൾ മരണപ്പെട്ടു ഈ വാത്സല്യനിധികളായിരുന്ന ഞങ്ങളുടെ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും ഇഷ്ടജനങ്ങളും പ്രിയപ്പെട്ടവരും, അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിന്റെ എല്ലാ അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും സമാധാനവും അവർക്ക് നീ ചൊരിഞ്ഞു കൊടുക്കണമേ തമ്പുരാനെ. ഞങ്ങൾക്കിടയിൽ സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി പലവിധേനയുള്ള പ്രശ്നങ്ങളിൽ കഴിഞ്ഞുകൂടുന്നവരുണ്ട്. അവരുടെയൊക്കെ പ്രയാസങ്ങളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് അവർക്കൊരു കരകയറ്റം നൽകണമേ നാഥ. അവർക്ക് ജീവിതത്തിൽ ധന്യതയും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കണമേ. കടബാധ്യതയുള്ള ആളുകൾക്ക് ആ കടത്തിൽ നിന്നൊരു മോചനം എത്രയും പെട്ടെന്ന് നീ നൽകി അവർക്ക് സമാധാനവും സൗഭാഗ്യവും നൽകണമേ തമ്പുരാനെ. സാമ്രാജ്യത്വ ശക്തികളും സയനിഷ്ഠ ഭീകരതയും പശ്ചിമേഷ്യയിൽ നടത്തുന്ന ഭീകരതകൾക്ക് നീ അന്ത്യം കുറിക്കണമേ തമ്പുരാനെ. വഞ്ചകരായ അക്രമികൾക്ക് നീ അർഹമായ പ്രതിഫലം നൽകണമേ നാഥ. റമളാനിൽ ഞങ്ങൾ ചെയ്ത എല്ലാ പുണ്യപ്രവർത്തനങ്ങൾക്കും നീ, സത്പ്രവർത്തനങ്ങൾക്കും നീ അർഹമായ പ്രതിഫലം നൽകണമേ. ലൈലത്തുൽ ഖദറിന്റെ പുണ്യം നേടുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. പ്രതീക്ഷയോടെ, പ്രതിഫലേച്ഛയോടെയാണ് ഞങ്ങൾ ഈ മാസത്തിൽ എല്ലാ പുണ്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഞങ്ങളിൽ നിന്നത് സ്വീകരിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. اللهم انصر إخواننا المستضعفين في كل مكان. اللهم انصر إخواننا المستضعفين في كل مكان. اللهم انصر إخواننا المستضعفين في كل مكان. اللهم احفظ بلادنا وبلاد المسلمين أجمعين يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله تعالى على خير خلقه محمد وعلى آله وصحبه أجمعين.